അപ്പൊ അങ്ങനെ ഗോപൻ സ്വാമി അവരുടെ മഹാസമാധി ദിവസമാണിത്. എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പവർ അറിയില്ലായിരുന്നു. അമ്മച്ചി പറഞ്ഞതുപോലെ മഹാപ്രളയത്തിലാണ് ഞങ്ങളിപ്പോ. എന്താ ചെയ്യുക, അവരുടെ ഒരു ആചാരത്തെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അങ്ങനെ അവഹേളിക്കാൻ പാടില്ലായിരുന്നു. ഇന്നലെ രാത്രി സ്വപ്നത്തിൽ മുഴുവൻ അദ്ദേഹമായിരുന്നു സ്വാമിജി. എന്താ ചെയ്യുക, കാലം പോയൊരു പോക്ക്. എന്തായാലും ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ മകൻ കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. അതായത് കർമ്മി ഇന്നലെ രാത്രി ചെയ്ത ഇന്നലെ രാത്രി അല്ല, മിനിഞ്ഞാന്ന് രാത്രി ക്രൈം സ്പോട്ടിൽ ചെയ്ത ഒരു കർത്തവ്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈശ്വരാ കാത്തോണേ. അപ്പോ ക്രൈം സ്പോട്ടിലാണ്, അങ്ങനെ ക്രൈം സ്പോട്ട് ഒന്നും പറയാൻ പാടില്ല. മഹാസ്വാമിയുടെ സമാധി മന്ദിരം, ആ മന്ദിരമാണ് നിങ്ങളിപ്പോ കണ്ടത്. പക്ഷെ ഈ ഒരു സ്വാമിജി ഉണ്ടല്ലോ, അതായത് ഈ സ്വാമിജിയുടെ മകനായിട്ടുള്ള ഇപ്പോൾ പൂജാജി, ഈ പൂജാജി കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. വാ തുറന്നാൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറയുന്നത് കൊണ്ട് മിണ്ടാതൊരു മൂലയിൽ ഇരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി, നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്ത ആള് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അടിപൊളിയായിരുന്നു. വാ തുറന്നാൽ നല്ല ഭാഷ മാത്രം സംസാരിക്കുന്ന മനുഷ്യൻ. ആരെയും കുറ്റം പറയാൻ ഞാനില്ല. കാരണം മഹാസ്വാമിജിയുടെ, എന്റെ ഗോപൻ സ്വാമിജിയുടെ പുണ്യത്തിലാണ് ഇനി ആ നാടറിയാൻ പോകുന്നത്. ആറാട്ടണ്ണന്റെ ഗോപാലേട്ടന്റെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികളുടെ നെയ്യാറ്റിൻകര. അപ്പോ നാളേക്കുള്ള ഒരു വലിയ ആൾദൈവത്തിനുള്ള എല്ലാ സമ്മാദികളും എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്ന ഈ ഒരു സാധനം കണ്ട് ഞെട്ടണ്ട. ഇന്നലെ വരെ ഇല്ലാതിരുന്ന ആ ഒരു കാട് പിടിച്ച സ്ഥലം ഒരു നാഷണൽ ഹൈവേ പോലെയായി മാറിയിട്ടുണ്ട്. കണ്ടോ? ആറാലുംമൂട്ടിലെ വീട്ടിലാണ്. ഇവിടെ ഇന്ന് വലിയ വിശാലമായ രീതിയിൽ ഒരു മഹാസമാധി എന്ന നിലയിൽ ആ കുടുംബം ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടതാണ് കുറേ ദിവസങ്ങളായി കാട് പിടിച്ച് കണ്ടിരുന്ന ആ റോഡിന്റെ അവസ്ഥയെ നിങ്ങൾ കണ്ടല്ലോ. അതാണ് കായ് ഇറങ്ങുന്നുണ്ട് മക്കളെ, പൈസ ഇറങ്ങുന്നുണ്ട്. ഇത്രയും സ്പീഡിൽ ആ റോഡ് പണിയൊക്കെ ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം അല്ലേ. ഇത്ര പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം വരെ അങ്ങനെ നേരുന്നില്ല. പക്ഷെ ഈ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ ഞെട്ടി തരിച്ച് വിജൃംഭിച്ചു പോകും. കണ്ടോക്കി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം, ഈ സ്ഥലം, ഇവിടെ ഈ അദ്ദേഹത്തിന്റെ കല്ലറ ഇരുന്ന ആ സ്ഥലം, ഈ സ്ഥലം ഇന്നലെ രാത്രി വരെയും നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ട നിലയിലല്ല. ഇന്നലെ രാത്രി ഇതാകെ മാറിയതൊരു ചെറിയ സമാധി ഇടമായിരുന്നുവെങ്കിൽ അതൊരു വലിയ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ചെറിയ റിക്വസ്റ്റ്, ആ പണിക്കാരെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരുക. ഒരു വീട് പണിക്കാണേ, ഒരു രാത്രി കൊണ്ടാണോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആ സ്ഥലമെല്ലാം പരത്തി നിരത്തി കുളിപ്പിച്ചെടുത്ത് ഈ രീതിയിൽ തേപ്പും കഴിഞ്ഞ ഫലകവും ഒട്ടിക്കണമെങ്കിൽ ആ പണിക്കാരുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അടിപൊളി പണിക്കാർ ബംഗാളികളാകുമോ? ആവാനൊരു സാധ്യതയുണ്ട്. ഇതിന്റെ പിന്നിൽ ഏതോ ഒരു കോൺട്രാക്ടർ കൂടി കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല അല്ലെ. ഇനി നിങ്ങൾക്ക് സംശയമൊന്നും തോന്നുന്നില്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം എടുത്ത ഒരു വീഡിയോ ആണ് ആ സമാധി സ്ഥലത്തിന്റെ. ഒന്ന് കണ്ടോക്കി. ഇത് 2010 ഋഷിപീഠം ചെയ്തിട്ടുള്ളത്. 2010. ഇതെങ്ങനെയാണ് ഇത് നിങ്ങൾ ഈ ഒരു സമാധി ഇരുത്തിയത് എന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയായിരുന്നു ഇതിന്റെ സമാധി ഇരുത്തിയെന്ന് പറഞ്ഞാൽ? എന്റെ പൊന്നുമോനെ നിർത്ത്. അതെല്ലാവർക്കും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇനി സമാധി ഇരുത്തിയതിനെ കുറിച്ച് മിണ്ടല്ലേ എന്റെ റിപ്പോർട്ടർ സാറേ, നിങ്ങൾക്ക് ഇപ്പോഴും മടുപ്പില്ലേ? ഇവിടെ പറഞ്ഞത് കേട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു വിധായി. ഇനി വേണ്ട, ഇനി അതിനെ കുറിച്ച് മിണ്ടണ്ട. ഈ ഒരു സമാധി പൊളിക്കാൻ വേണ്ടി പോയ ഒരു ചേട്ടന്റെ ഒരു അവസ്ഥ, ഒരു പെട്ട അവസ്ഥയാണ് കാണാം. അപ്പൊ ഞാൻ വിചാരിച്ചു ടാർപ്പ് കാര്യം അഴിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ സാർ പറഞ്ഞു ഇതുപോലെ പൊളിക്കണം, കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. കൂടെ പൊരുന്നോ എന്ന് ചോദിച്ച് ആളെ നൈസായിട്ട് കൊണ്ടുപോയിട്ട് ആ പൊളിപ്പിക്കുമേ. ഇപ്പൊ പോയേനെ പൊളിപ്പിക്കാൻ അങ്ങോട്ട് എന്റെ ഗോപൻ സ്വാമി ഇപ്പൊ തന്നെ കിട്ടിയേനെ പണി. അയ്യോ എന്തൊക്കെയായിപ്പോടെ. ഓക്കെ, അപ്പോ ടാർപ്പായ വാങ്ങാൻ പോയ മനുഷ്യനെ പിടിച്ചങ്ങ് കൊണ്ടുപോയി അങ്ങോട്ട് പൊള്ളിപ്പിക്കാനെടുത്ത് ആൾക്ക് നല്ല ശാപം കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം
പുണ്യാത്മാവിനെയാണ്. ആ ഒരു സമയത്ത് അത് കണ്ട് ബോധം കെട്ടുപോയിട്ടുണ്ടടുത്ത് വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കണം. ആ ചൈതന്യം പോയ പോക്കില് ആ പേടിച്ച് ബോധം കെട്ടുപോയി എന്നുള്ളതാ. അതാണ് മഹാസ്വാമി ഗോപൻ സ്വാമികൾ, മണിയൻ സ്വാമികൾ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ മകൻ, അതായത് ഗോപൻ സ്വാമികളുടെ മകൻ ഒരു നഗ്ന സത്യം തുറന്നു പറയുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല, പോലീസൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞൂടാ. കാരണം നിങ്ങളെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേരള ജനതക്ക് മുഴുവൻ നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. ഒന്നും പറയുന്നില്ല. ബുദ്ധിയും വിവേകവും വിവരവും എല്ലാം ഒരുപോലെ സംയമിക്കുന്ന ഒരു പ്രതിഭയാണ് നിങ്ങൾ. നിങ്ങളുടെ അനുജനാണ് അതിലേറെ മഹാപ്രതിഭ. ആ മഹാപ്രതിഭ ഇപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഒന്ന് പൂജ ചെയ്യാനാ പുറത്തിറങ്ങിയത്. അതിന് മുന്നേ 2 ദിവസം അവിടെ ഒക്കെ കണ്ടിരുന്നു. ഇതിന്റെ പിന്നിൽ ശക്തമായ എന്തോ നിഗൂഢതയില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു രംഗപ്രവേശനം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. ചില സിനിമകളിൽ നായകന്മാരുടെ രംഗപ്രവേശനം പോലെ ഇതിൽ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഇനിയൊരു വലിയ മാപ്പ് അഭിഷേകം നമ്മുടെ സനന്ദൻ ചേട്ടൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് ക്ഷമിച്ചു കൊടുക്കണം, ഒന്ന് കേട്ടു കൊടുക്കണം. ഈ സമാധി ഇരുത്തിയെടുത്തുനിന്ന് അതിനെ 41 ദിവസത്തെ പൂജയോടുകൂടി ശിവലിംഗ പ്രതിഷ്ഠയും ചെയ്ത് നമ്മുടെ ക്ഷേത്ര ആക്കിയെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി എനിക്കൊന്നും പറയില്ല, സാറ് ബാക്കി പറയും. ഇനിയൊന്നും പറയേണ്ടതായിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആ ചേട്ടൻ പറയുന്ന ആ ചേട്ടന്റെ ആ ഒരു ഭാവം കൂടി നിങ്ങളൊന്ന് കാണണേ. കുടുങ്ങി അല്ല, എന്തൊക്കെ ചെയ്യ പെട്ടാ. അതാണ് ചേട്ടായി. കുറച്ച് BHP ഒക്കെ മാറിയപ്പോ അതേ രംഗത്തേക്ക് വന്ന മറ്റൊരു ഹിന്ദു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു മെയിൻ ആളാണ്. ആൾ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും രസകരം. കാരണം ഈ കുടുംബം പറഞ്ഞതൊക്കെ അതേപോലെ തന്നെ നല്ലത്, ഒരു ദുരൂഹതയും ഇല്ല എന്ന്. പോലീസുകാരുടെ പണി പോലും അദ്ദേഹമാണ് എടുക്കുന്നത്. ദുരൂഹതകളൊന്നുമില്ല, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, എന്തോ ആകട്ടെ. പക്ഷെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു കാര്യം, അത്രയും ജനങ്ങളെ അറിയിക്കുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ പോയി ഒരു പോസ്റ്റർ ഒട്ടിച്ചില്ലോടോ. ആ ഒരു സമയം പോരെ ജനങ്ങൾ അറിയിക്കാൻ. ഞാനതിനെ കുറിച്ച് പറയുന്നില്ല. കാരണം സ്വാമികൾ ഇപ്പോ അവിടെ ഇരിക്കാൻ പോവുകയാണല്ലോ. അപ്പൊ പിന്നെ ശാപമൊന്നും ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. അത് നിങ്ങളൊക്കെ തന്നെ പങ്കിട്ടെടുക്കുക. ഇനി മാപ്പഭിഷേകം നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി, ഇപ്പോഴാണ് അത് പറയുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു, അപ്പോൾ ഞങ്ങള് മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തിൽ ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മതി. ആ ഒരൊറ്റ മാപ്പോട് കൂടിയിട്ട് കേരളം മുഴുവൻ നിങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക. ഈ നാട്ടുകാരാണോ ഈശ്വര ഇനി ഈ ഒരു വർഗീയത പറഞ്ഞത്? മുസ്ലിങ്ങൾ അമ്പലത്തിലേക്ക് അടിച്ചു കയറുന്നു, അവർ തകർക്കുന്നു എന്ന് പറഞ്ഞത് നാട്ടുകാരാണല്ലേ? എനിക്ക് ഓർമ്മയില്ല എന്ന് എനിക്ക് പറയുന്നത്. മരുന്നെന്തെങ്കിലും കുടിച്ചിട്ട് വാ മോനെ, അല്ലെങ്കിൽ ഒന്നും ഓർമ്മ ഉണ്ടാവൂല. അച്ഛനോ ഒന്നും ഓർമ്മയില്ല. ഓക്കെ, ഇനി ഈ വിഷയത്തില് ഈ റിപ്പോർട്ടർ പറയുന്ന വാക്കുണ്ടല്ലോ, ആ വാക്ക് ജനങ്ങൾ മുഴുവൻ പറയാൻ ആഗ്രഹിച്ച വാക്കാണ്. കേൾക്കുക. ഈ സമാധി എന്നൊക്കെ പറയുമ്പോൾ ഈ ചുമട്ടുതൊഴിലാളി സമാധി ആയതുകൊണ്ട് വലിയ അർത്ഥമില്ല. പക്ഷെ ഒരു വലിയ ആളിന്റെ വീട്ടിലാണ് ഈ സമാധി നടന്നെങ്കിൽ വലിപ്പം, ചെറുപ്പമോ മതമോ ജാതിയോ ഒക്കെ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നത് ആരാണ്? നിങ്ങളെപ്പോലുള്ളവർ മാത്രമാണ്. മാധ്യമങ്ങൾ എന്താണ് സംഭവം എന്നത് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അവിടെ നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ വർഗീയത പറഞ്ഞത് മുഴുവൻ ആ സനന്ദനന്ദനന്ദനന്ദൻ പറഞ്ഞ മനുഷ്യനാണ്. ഓക്കെ, പിന്നെ അവരുടെ കൂടി വന്ന് നിങ്ങൾ വെറുതെ നാറരുത് പ്ലീസ്. ഒരു മഹായാഗവും മഹാസംഭവങ്ങളൊക്കെ നടത്തിക്കോളിങ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ജനങ്ങളെ അറിയിച്ച് മാന്യമായ രീതിയിൽ അത് നടത്തണം. ഇവിടെയൊക്കെ ഒരു നിയമം ഇനി ഞാൻ പറയുന്നില്ല, അത് കേട്ട് ആളുകൾക്ക് മടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ട്. മരിച്ചിട്ടുണ്ടെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ രേഖകൾ വേണം മക്കളെ. ആ നോട്ടീസ് അടിക്കാൻ പോകുന്ന ഒരൊറ്റ മിനിറ്റിൽ ആ മൊത്തം 10-15 മിനിറ്റോ 1 മണിക്കൂർ 2 മണിക്കൂർ അറിയില്ല, അതിൽ 1 മിനിറ്റ് ഒന്ന് ചെലവഴിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ അറിയില്ലായിരുന്നു. എന്താ ചെയ്യുക? ഇതിനൊക്കെയാണ് മോനെ നിഗൂഢത എന്ന് പറയുക.
ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മറവ് ചെയ്യുമ്പോൾ ഒരാളെയെങ്കിലും വിളിച്ച് അറിയിക്കണമായിരുന്നു. അല്ല, 2 ആൾ വന്നുപോയതിനെ കുറിച്ചിട്ടൊരു പോക്ക് വരവിനെ കുറിച്ച് പറഞ്ഞു റിപ്പോർട്ടർ ചാനലിൽ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞതും അറിഞ്ഞു. അപ്പൊ കണ്ടിട്ടുണ്ട് ആളുകൾ അല്ലേ. അങ്ങനെ അവസാനം എല്ലാവരും അത് ചെയ്തു. മഹാസ്വാമി അവർകൾ ഗോപൻ നെയ്യാറ്റിങ്കര ഭഗവാനെ, അദ്ദേഹത്തിനാണ് നിങ്ങൾ ഈ ഗതി വരുത്തിയത്. മഹാപ്രളയം വരാൻ പോവുകയാണ്, എല്ലാം ശിവമയമാണ്. ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് എങ്ങാനും ഈ വർഷം പ്രളയം വന്നതിന്റെ പൊന്നു തമ്പുരാനെ കഴിഞ്ഞ് കഥ. ഓക്കെ, എന്തായാലും നമുക്കിനി അദ്ദേഹത്തിന്റെ ബോഡി 12 മണിക്ക് കൊണ്ടുവരും. മഹായാഗവും മഹാസോമയാഗം, മറ്റേ എന്താണ് അതിന്റെ പേര് പറഞ്ഞല്ലോ ഈശ്വര, ഘോഷയാത്ര. ആരൊക്കെയാണോ ഈ ഘോഷയാത്രക്ക് പങ്കെടുക്കുക? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അവിടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പുതിയ ക്ഷേത്രങ്ങൾ അങ്ങനെ കേരളത്തിൽ ഉയർന്നു വരാൻ പോവുകയാണ്. വരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. കൂട്ടത്തിൽ ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസവും വിവരവും വകതിരിവുമുള്ള ആളുകൾ കൂടി വരട്ടെ, ഉണരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലേഖനം വിളയുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ധിപ്പെടുത്താം. സൈനിങ് ഓഫ്.